നമസ്കാരം സഹോദരന്മാരെ, നോട്ടീസ് പിടിക്കുക. എല്ലാവരും ഇത് കാണുന്നുണ്ടല്ലോ. മദ്യം വിഷമാണ്, അത് നിങ്ങളെ നശിപ്പിക്കും. അതുകൊണ്ട് മദ്യപാനം അവസാനിപ്പിക്കുക. ആരെങ്കിലും കഴിക്കുന്നവരുണ്ടോ ഈ കൂട്ടത്തിൽ? ആരും കഴിക്കുന്നവരില്ല, ആരും കഴിക്കൂല. ഇന്നലെ കഴിച്ചു. സാത്താനെ ദൂരെ പോവും, മാറി നിൽക്കും. മദ്യപിക്കരുത് ഒരു കാരണവശാലും. മദ്യപിച്ച് നടന്നിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. മദ്യപാനം നിർത്തി സന്തോഷമായി കുടുംബജീവിതം നയിക്കുന്നു. നിങ്ങൾ തീർച്ചയായിട്ടും ആ സന്തോഷം തിരിച്ചറിയണം. ഓക്കെ ഓക്കെ. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ വൈകുന്നേരേ നേരത്തെ പോകുന്നുണ്ടോ? എന്റെ ചിലവ് ഇന്നലെ പറഞ്ഞോയോ? ഓക്കെ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഈ വിദ്യ അപ്പൊ ഇന്ന് വൈകുന്നേരത്തെ കാര്യം എവിടുന്ന് കിട്ടിയോടെ ഈ ഗ്ലാസ്? അളിയെ കൊണ്ടുവന്നാ ഗൾഫിന്ന്. ഗൾഫിൽ ഉത്സവമൊക്കെ ഉണ്ട്. 100 രൂപേന്റെ ഗ്ലാസും വെച്ച് വന്നിരിക്കുന്നു. അതെടുത്ത് മാറ്റി. ഗ്ലാസ് മാറ്റാൻ പറ്റില്ല. അതെന്താ? ഇന്നലെ അടിച്ച സാധനം മൊത്തം കണ്ണും കിടക്കുക. മാറ്റിയാൽ പിടിക്കപ്പെടും. ബുദ്ധിപരമായിട്ട് കഴിക്കണം. ദൈവമേ നീ എത്ര നല്ലവൻ, നിന്നിടുന്നു നമ്മുടെ മോനെ ഞാൻ എന്നും മോദമായി നിന്റെ ഇഷ്ട. സഹോദര, മദ്യം കഴിക്കരുത്. ഞാൻ മദ്യപിച്ചിരുന്നൊരു വ്യക്തിയാണ്. മദ്യം നിർത്തതയോടുകൂടി എൻ്റെ വീട്ടിൽ സന്തോഷവും സമാധാനവും കടന്നു വന്നിരിക്കുന്നു. നിങ്ങളുടെ വീടുകളിലും സന്തോഷവും സമാധാനവും കടന്നു വരാൻ വേണ്ടി ഞാൻ കള്ളടിച്ച് കിളി പോയി. അവന്റെ കഴുത്തിൽ എന്തോ തൂക്കിയിട്ടുണ്ടല്ലോ. മദ്യം വിഷമാണ്, അത് നിങ്ങളെ നശിപ്പിക്കും. അത് മറ്റേതാ മാനസാന്തരം. ജ്ഞാനം. സഹോദര പിടിക്കൂ, ഇത് കണ്ടോ? മദ്യം വിഷമാണ്, അത് നിങ്ങളെ നശിപ്പിക്കും. അതുകൊണ്ട് മദ്യപിക്കരുത്. കഴിച്ചിട്ട് നിൽക്കുകയാണ്. നീ വന്നേ, പോ ചേട്ടാൻ, അവിടുന്ന് പോ. ഈ ചെറുത്താനും പോയോ? അങ്ങനെ മോനായി നന്നായി ശരിയാവില്ലല്ലോ. എന്തെങ്കിലും ആയിക്കോട്ടെ. ഈ മോനായി നന്നായി കഴിഞ്ഞാലേ അടുത്ത ചീത്തപ്പേര് ആർക്കാ? സെക്കൻഡ് സ്ഥാനം നമുക്കല്ലേ? അങ്ങനെ വേണോ? അത് വേണ്ട. അതാ പറഞ്ഞത്, അവൻ നന്നാവണ്ട. ഒരു മിനിറ്റ്, ഞാൻ നിൽക്കൂല. ഒരു കാര്യം പറയണം. നിന്റെ കാര്യം എന്നാന്ന് എനിക്കറിയാം. എന്താ ഒരു കാര്യം പറയട്ടെ? എന്ത് കാര്യം? നാളെ നിന്നെ കണ്ടിട്ട് ഞാൻ ധ്യാനത്തിന് പോയിരിക്കുകയായിരുന്നു. എന്ത് ധ്യാനത്തിന് പോയിരിക്കുകയായിരുന്നു? നീ ഇങ്ങോട്ട് വന്നേ. ഷാപ്പിൽ പോയി അടിച്ചാൽ തീരാവുന്ന ധ്യാനൊക്കെ. നീയൊക്കെ ചെകുത്താന്റെ മൂത്രം കുടിക്കുന്നവരാ. നീയുമായിട്ടുള്ള കൂട്ടില്ല. എടാ, രണ്ടെണ്ണം നല്ല മാന്തി ഉണ്ടെന്ന്. പൊക്കടാ, നീ പോയേ. എന്നാ വേണ്ട, ഷാപ്പ് വേണ്ട, നമുക്കൊരു കട്ടൻ അടിച്ചു വരാം. കട്ടനോ? നീ വാ, കുറെ നാളായില്ലേ. നിന്റെ കട്ടനും എനിക്ക് വേണ്ട. പരീക്ഷണം ഏത് രൂപത്തിലാണ് വരുന്നതെന്ന് എനിക്ക് നല്ലപോലെ അറിയാടാ. അതും നീ. ഹരിദാസേട്ടൻ്റെ കടയിൽ നല്ല ചൂട് പൊറോട്ട, അതിലേക്ക് തേങ്ങാക്കൂത്തിട്ട് നല്ല ബീഫ് ഒലത്തിയത്, ആ പൊറോട്ടയിലേക്ക് ഇങ്ങനെ ഒഴിച്ചിട്ട് നമ്മളതിന് കഷ്ണം എടുത്തിട്ട് കൂട്ടിക്കുഴച്ചിട്ട് എന്ത് ടേസ്റ്റ് ആയിരിക്കില്ലേ? വേണ്ടെങ്കിൽ വേണ്ട. നീ ധ്യാനം കൂടി നന്നാവാൻ പോവില്ലേ? പൊറോട്ട വേണം ഞാൻ കഴിക്കാം, പക്ഷെ ചായ അത് ഞാൻ കഴിക്കില്ല. അത് ലഹരിയാണ്. വേണ്ട, പൊറോട്ട കഴിക്കാം. തൊട്ട് പോരുത്, വെച്ചാ. പിന്നെ കട്ടൻ ഞാൻ കുടിക്കുമല്ലേ? കട്ടൻ ലഹരിയാണ്. എന്നാലും എന്ത് മാറ്റം കിടന്നു? ഞാൻ മാത്രമല്ല, നീ മാറണം. നീ അടക്കമുള്ള ഈ ലോകം മാറണം. അങ്ങനെ ഈ കേരളം തന്നെ മാറും. അപ്പോൾ ഈ ലോകത്ത് സമാധാനപരമായ ഒരു ജീവിതം ഉണ്ടാകും. നടന്ന് തന്നെ നടത്തും. ഈ മോനായി നടത്തും. നീ കണ്ടോ? അറിയട്ടാ, ഇത് 4 പൊറോട്ടയും ഒരു ബീഫ് ഒലത്തിയതും മോനായിക്ക്. എനിക്കൊരു കട്ടൻ ചായ. അപ്പൊ നീ കഴിക്കുന്നു? എനിക്ക് കഴിക്കാൻ പറ്റൂല. ഡോക്ടർ പറഞ്ഞായിരുന്നു ഇതൊക്കെ കൊളസ്ട്രോൾ ആണടാ. ഞാൻ ഇത്ര നാളെ ഈ സാധനം കഴിച്ചിട്ട് എനിക്ക് കൊളസ്ട്രോൾ വന്നില്ലല്ലോ. അത് നീ പോഷകാഹാരം കഴിക്കുന്നുണ്ടോ? പോഷകാഹാരം? അങ്ങനെ ഒരു സാധനം ഞാനിതുവരെ കഴിച്ചിട്ടില്ല. ഇവിടെ പോഷകാഹാരം എന്ന് പറഞ്ഞാൽ ശരീരത്തിന് പിടിക്കുന്ന ആഹാരം. അത് നീ കഴിക്കാറില്ലേ? ഞാൻ എന്ത് കഴിച്ചെന്നാ നീ പറയുന്നത്? നീ കള്ള് കഴിക്കാറില്ലേ? കള്ളോ? നീ മിണ്ടിപ്പോന്നു. എനിക്ക് നിന്റെ പൊറോട്ടയും വേണ്ട, ബീഫും വേണ്ട. എന്ത് പറഞ്ഞാല് കള്ള് കള്ള് കള്ള്. സാത്താനെ ദൂരെപ്പോ നീ. ഇത് ഞാൻ പറഞ്ഞല്ല. പിന്നെ നീ പിണങ്ങാതെ ഇരി. ഇതൊക്കെ വലിയ വലിയ ആൾക്കാർ പറഞ്ഞതാ. ഏത് വലിയ ആൾക്കാർ? വിശ്വാസമല്ലേ? കണ്ടു നോക്ക്. നമ്മുടെ നാടൻ കള്ളു കൊടുക്കുക എത്തിക്കഴിഞ്ഞ ഉടനെയുള്ള കള്ള്. കള്ളിനെ കുറിച്ച് അറിയാവുന്നവർക്കെല്ലാം അറിയാം, അത് അപ്പോൾ വലിയ ലഹരി പോകുന്നതായിരിക്കില്ല എന്ന്. ഇളം കള്ള് നല്ല രീതിയിൽ കൊടുത്താൽ അത് ഏറ്റവും പോഷക സമൃദ്ധമായ ഒന്നായിരിക്കും.
കള്ള് പോഷകാഹാരമാണെന്ന് കൺവീനർ AP. യഥാർത്ഥത്തിൽ ഒരു നല്ലൊരു പോഷകാഹാര വസ്തുവാണ്. അത് രാവിലെ ഇപ്പൊ മനസ്സിലായോ? അല്ലെങ്കിൽ തന്നെ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ കള്ള് കുടിക്കുന്ന സമയത്ത് നിനക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടായിരുന്നു? ഇല്ല. ഇല്ല. ഇപ്പൊ ചെറുതായിട്ടൊരു ശ്വാസം മുട്ടൽ അനുഭവപ്പെടുത്തില്ല? ആ ഉണ്ട്. തലവേദനയോ? ലൈറ്റായിട്ട്. പോഷകാഹാരത്തിന്റെ കുറവ്. അപ്പൊ കള്ള് പോഷകാഹാരമായിരുന്നില്ലേ? പിന്നെ ശ്ശോ. എന്തായാലും വൈകിയാലും നീ എനിക്ക് പറഞ്ഞു വന്നുകൊണ്ട് നേരായ വഴിക്ക് എനിക്ക് വരാൻ പറ്റില്ല. അത് മതിയടാ, എനിക്കത് മതി. അപ്പോൾ ഇത്രയും നാളും എൻ്റെ ഭാര്യയും നാട്ടുകാരും എന്നെ പറഞ്ഞു പറ്റിക്കുകയായിരുന്നു. അതെ, ഇനി ഒന്നും നോക്കാനില്ല. കോസ്റ്റ്യൂം ചേഞ്ച്. പൊറോട്ട ക്യാൻസൽ. ചായ. ദാസ, നീ എൻ്റെ ദൈവമാണ്. എനിക്ക് സത്യം മനസ്സിലാക്കി തന്ന നീ എൻ്റെ ജീവനാണ്, എൻ്റെ വലിയവനാണ്. നീ അറിയോ? പോടാ, ഞാനൊന്നുമല്ലടാ. സത്യം മനസ്സിലാക്കി നേരിന്റെ വഴി വന്ന നീയാടാ വലിയവൻ. സത്യം. സത്യം. എടാ, എനിക്കിതിനൊക്കെ കടപ്പാടാരോന്നാന്ന് അറിയുള്ളൂ. ഇട്ടേച്ച് പോയ എൻ്റെ അച്ഛനോട്. നിന്റെ ഇട്ടേച്ച് പോയതിന്റെ അച്ഛനോട് എന്തിനാടാ നന്ദി? എടാ, എന്നെ ഇട്ടേച്ച് പോയതല്ലെന്ന്. എൻ്റെ അച്ഛന് തെങ്ങ് കയറ്റുമായിരുന്നല്ലോ പണി. തെങ്ങ് കയറാൻ നേരത്ത് അച്ഛൻ നിക്കറിടത്തില്ലായിരുന്നു. അയ്യോ, നാട്ടിൽ ഭയങ്കര സംസാര വിഷയമായി പഞ്ചായത്ത് പ്രസിഡന്റ് ഇടപെട്ടു. എന്നിട്ടും അച്ഛൻ നിക്കറിട്ടില്ല. അവസാനം അയൽക്കൂട്ട പെണ്ണുങ്ങളെല്ലാവരും കൂടെ വന്നേച്ച് എൻ്റെ വീട് ഖരാവോ ചെയ്തപ്പോൾ അച്ഛനെ നിർബന്ധപൂർവ്വം നിക്കറിട്ട് വന്നു. അങ്ങനെ നിക്കറിട്ട അച്ഛൻ്റെ കാര്യമാണ് ഞാനീ പറഞ്ഞത്. മനസ്സിലായോ? എൻ്റെ അച്ഛൻ ആരായിരുന്നെന്നറിയോ? തൊട്ടപ്പുറത്തെ വീട്ടിൽ അച്ഛന്മാർ മക്കൾക്ക് ഹോർലിക്സും ബൂസ്റ്റും കൊടുക്കുമ്പോൾ എൻ്റെ അച്ഛൻ എനിക്ക് നീത്ത പറഞ്ഞ ഈ പോഷകാഹാരമാണ് തന്നുകൊണ്ടിരുന്നത്. മനസ്സിലായോ? അങ്ങനെ ഈ ബൂസ്റ്റും ഹോർലിക്സും കഴിച്ച് വളർന്ന പിള്ളേർ ഒടുവിൽ ഡോക്ടറും എൻജിനീയറും ഒക്കെ ആയപ്പോൾ ടെൻഷൻ അടിച്ച് ജോലി ഭാരം കൊണ്ട് ഉറങ്ങാൻ മേലാത്ത ഗുളിക കഴിച്ചുറങ്ങുമ്പോൾ ഞാൻ ഈ പോഷകാഹാരം കഴിച്ച് ബോധം കെട്ട് ഹാപ്പി ആയിട്ട് കൂർക്കം വലിച്ച് കിടന്നുറങ്ങുമായിരുന്നു. അങ്ങനെയുള്ള അച്ഛനോടാണ് എൻ്റെ കടപ്പാട്. ശരിയാടാ, നിന്റെ അച്ഛനുള്ള വെളിവ് എൻ്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ ഗതികേട് വരില്ലായിരുന്നു. പോഷകാഹാരം തീർന്നല്ലോടാ, നമുക്ക് റീചാർജ് ചെയ്താലോ? പോവാം. എങ്കിൽ പിന്നെ പിടിച്ചെഴുന്നേക്കാൻ പറ്റുമെങ്കിൽ എഴുന്നേൽക്കുക. എന്നെ പിടിച്ചെഴുന്നേക്കാനല്ല പൊട്ട, ഞാൻ എന്നെ പിടിച്ചെഴുന്നേക്കാം.